ഇത്തരമൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച ഇതിന് പിന്നണിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചുള്ളൊരു അന്വേഷണത്തിലൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ വായിക്കാനും പിന്നെ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളതിന് ചില അനുഭവങ്ങളും ഉണ്ടായി. അതായത് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഇന്നും വളരെ വ്യക്തമാണ്. ഞാൻ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് കേരളത്തിൽ വിദേശികളായിട്ടുള്ള മറ്റ് പല ആളുകളും വരുന്നതായിട്ട് കാണുന്നു. നമ്മൾ യൂറോപ്പിൽ നിന്നുള്ള പ്രത്യേകിച്ച് ജർമ്മൻകാരായിട്ടുള്ള പല ആളുകളൊക്കെ വരികയും അവർ നിരവധി ഫോട്ടോകൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെയും ഓരോ സമൂഹങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഒക്കെ എടുക്കുകയുണ്ടായി. അപ്പോൾ അത്തരം ഫോട്ടോസ് എല്ലാം ഒരു മലയാളി ആൽബം എന്നുള്ളൊരു പേരിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ലക്കങ്ങളായിട്ട് വന്നു, 1.5-2 വർഷത്തോളം വന്നിരുന്നു. അപ്പോൾ അതിൽ മിക്കപ്പോഴും എനിക്ക് ഒരു മാസത്തിലൊരു കോള് വീതം വരും, എന്തെങ്കിലുമൊക്കെ തെറിയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാരണം നമ്മൾ ജാതിയുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ കൊടുക്കുമ്പോഴത്തേനും അവർ സൂചിപ്പിക്കും, ഇങ്ങനെ ഞങ്ങളുടെ ജാതിയെ അപമാനിക്കാനുള്ള പരിപാടിയാണ്, വസ്ത്രമില്ലാതെ ആളുകളെ വെക്കുന്നു, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞങ്ങൾ തുണിയൊക്കെ ഉടുത്തിട്ട് നടന്ന മനുഷ്യന്മാരൊക്കെയാണ്, നിങ്ങൾ ഈ പഴയ ഫോട്ടോയൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് അപമാനിക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. വേറെ ചില ആളുകൾ ഇപ്പോൾ ചില ഇതിൽ നമുക്ക് ഈ ഫോട്ടോസിൻ്റെ ഒരു രീതി, അതിൽ സ്വാഭാവികമായിട്ടും അത് കാറ്റലോഗ് ചെയ്യുന്നത് നമ്മുടെ നാടുമായി ബന്ധമുള്ള ആളുകളായിരിക്കണമെന്ന് തന്നെ ഇല്ല. നമുക്ക് വിദേശത്തെ സർവകലാശാലകളുടെ മ്യൂസിയങ്ങളിൽ നിന്നും ആർക്കൈവ്സിൽ നിന്നും ഡിജിറ്റൽ സ്പേസുകളിൽ നിന്നൊക്കെയാണ് നമുക്കിത് ചില ഫോട്ടോസൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവർ ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപ് കാറ്റലോഗ് ചെയ്തതായിരിക്കും. അപ്പോൾ അതിൽ അവർ ചിലപ്പം ചില കാശിൻ്റെ പേര് എഴുതി വെക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ കാശിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എനിക്കറിയാൻ വയ്യ. അപ്പോൾ ചില ഫോട്ടോസ് നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കലൊരു നമ്പൂതിരി ഫാമിലി എന്നുള്ള രീതിയിലൊരു ഫോട്ടോ, അല്ല നമ്പൂതിരി ഭാര്യയും ഭർത്താവും എന്നുള്ള രീതിയിലൊരു ചിത്രം ഞാൻ കൊടുക്കും. അത് കാറ്റലോഗിൽ അങ്ങനെ തന്നെയായിരുന്നു അവർ എഴുതിയിരുന്നത്, നമ്പൂതിരി ഫാമിലിയാണ് എന്നുള്ള രീതിക്കാണ് അവർ എഴുതിയത്. പക്ഷേ അതിനുശേഷം പിന്നെ ഭയങ്കര പ്രശ്നമായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നമ്പൂതിരി സ്ത്രീ അല്ല, ഒരു നായർ സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് നമ്പൂതിരിമാരെ അപമാനിക്കാനുള്ള ഒരു ശ്രമമായിരുന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര കുഴപ്പങ്ങളൊക്കെ ആയി. പിന്നെ ചിലതിനൊക്കെ നമ്മൾ മറുപടി കത്ത് തന്നെ കൊടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ചില ഫോട്ടോകളൊക്കെ. അപ്പം ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലാണ് ഫോട്ടോഗ്രാഫിയോട് സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോട് എന്നുള്ള ചരിത്രത്തോട് സമീപിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനയാണ്. എന്ത് തന്നെയായാലും ഫോട്ടോഗ്രാഫുകൾ സോഷ്യൽ സയൻസിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. കുറേയധികം സാമൂഹ്യശാസ്ത്രപരമായ നിരീക്ഷണങ്ങൾ സാധ്യമാകുന്നതും ഈ ഒരു ഫോട്ടോകളിലൂടെ തന്നെയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട ചില ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് നടന്ന മൂവ്മെൻറ്റുകളുടെയൊക്കെ ഫോട്ടോഗ്രാഫിയുടെയൊക്കെ പങ്ക് എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നു. അപ്പം ഈ ക്യാമറയെക്കുറിച്ച് പറയുന്നത് ഈ കൊളോണിയൽ പീരീഡിൽ ഈ ഒരു തോക്കിനേക്കാൾ കൂടുതൽ മനുഷ്യരെ കൊന്ന ഒരു ഉപകരണം എന്ന നിലയ്ക്കാണ് ചിലർ പരിഗണിക്കുന്നത് ക്യാമറകൾ. അപ്പോൾ മനുഷ്യരെ പ്രത്യേക രീതിയിൽ അടുക്കും ചിട്ടയായി മാറ്റുന്നതിനും പ്രത്യേക രീതിയിൽ തരം തിരിക്കുന്നതിനും മനുഷ്യരെ ഇപ്പം ഹിറ്റ്ലറിനെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ പോലും, പ്രത്യേകിച്ച് നാസിസം പോലുള്ള മൂവ്മെൻറ്റുകളുടെയൊക്കെ ഒരു ചരിത്രത്തിൽ സയൻറ്റിഫിക് റേസിസം പോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വരുന്നതിന് പോലും കാരണമായി മാറുന്നത് ക്യാമറയും അവർ പകർത്തിയെടുത്ത ചിത്രങ്ങളുമൊക്കെ തന്നെയാണ്. മറ്റുള്ള മനുഷ്യരോട് വലിയ വൈരാഗ്യം നിർമ്മിക്കുന്നതിന് കാരണക്കാരായി മാറിയതും ഈ ക്യാമറയും ഇത്തരത്തിലുള്ള കൊളോണിയൽ ഫോട്ടോസും ഒക്കെയായിരുന്നു. അപ്പോൾ ഇതിനെ പഠിക്കാൻ ശ്രമിച്ച ആളുകൾ പല രീതികളിലാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പം ക്യാമറകൾ ഏതാണ്ട് 1840-കൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് പ്രധാനമായും വരുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്ത വർഷം തന്നെ മുതൽ തന്നെ പല രീതിയിൽ ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി. പിന്നീട് ക്രമേണ സ്റ്റുഡിയോകളും കാര്യങ്ങളൊക്കെ വ്യാപിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്നു. അപ്പോൾ ഈ ക്യാമറയുടെ വരവോടുകൂടി പ്രധാനമായും ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ പ്രധാനമായും നമ്മൾ 2 തരം മാറ്റങ്ങളെയാണ് കാണുന്നത്. ഒന്നെന്ന് പറഞ്ഞത് ക്യാമറ അപ്രസക്തമാക്കിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ സിസ്റ്റം അപ്രസക്തമാക്കിയത് ഇന്ത്യയിൽ അന്ന് വരെ നിലനിന്നിരുന്നത്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കം മുതൽ ഒരു 1700
1930 മുതൽ തന്നെ വരുന്ന, അല്ലെങ്കിൽ ഒരു 45-ലൊക്കെ തുടങ്ങുന്ന ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി പോലുള്ള, ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി പോലുള്ള ആളുകളുടെ പഠനങ്ങളെ, ഓറിയൻ്റലിസ്റ്റുകളുടെയും ഇൻഡോളജിസ്റ്റുകളുടെയൊക്കെ അന്വേഷണങ്ങളെ, ഇന്ത്യൻ സാഹിത്യങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇതിലാണ് എല്ലാം പ്രധാനപ്പെട്ട ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നും ഉള്ള ഒരു സങ്കല്പം. സാഹിത്യവും വേദങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലൂടെ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്ന ഒരു പദ്ധതിയായിരുന്നു പ്രധാനമായിട്ട് ഇൻഡോളജിസ്റ്റുകളൊക്കെ മുൻപോട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിനെ അപ്രസക്തമാക്കുന്ന ഒന്നായിരുന്നു ക്യാമറകളുടെ വരവ് എന്ന് പറയുന്നത്. ഫോട്ടോ എടുത്തോടുകൂടി ഇത്തരത്തിലുള്ള ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു മുറിവ് അവിടെ ഗവൺമെൻറ്റിൻ്റെ മേഖലയ്ക്ക് സംഭവിക്കുകയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഭരണകൂടത്തെ സംബന്ധിച്ച്, അവർക്ക് അന്ന് വരെ നമ്മുടെ ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ, പഴയ ടെക്സ്റ്റുകളുടെ വീണ്ടെടുപ്പും അവയ്ക്ക് ചില ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയും അതിൻ്റെ വായനയും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ കൂടുതൽ മനസ്സിലാക്കാം, ഇന്ത്യക്കാരെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇന്ത്യയെ നിയന്ത്രിക്കാം എന്ന ഒരു ആലോചനയായിരുന്നെങ്കിൽ ക്യാമറ വന്നതോടുകൂടി ആ കാര്യങ്ങൾ പരിപൂർണമായി ഇല്ലാതാവുകയും അതിലൂടെ, അതായത് ഒരു ടെക്സ്റ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമുക്ക് വേണ്ടത് ക്യാമറയും ചിത്രങ്ങളും, ചിത്രങ്ങളിലൂടെ കിട്ടുന്ന, അതിനാണ് സയൻസായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. സയൻറ്റിഫിക് ആയിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് ഈ ചിത്രങ്ങൾ മാത്രമേ നമ്മളെക്കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നീട് ഈ ബ്രിട്ടീഷ് ഭരണാധികാരികളൊക്കെ തന്നെ എത്തിച്ചേരുന്നു. അതോടുകൂടി മറ്റുള്ള പഠനങ്ങളുടെ എണ്ണം കുറയുകയാണ്. പിന്നെ ഫോട്ടോയെ മുൻനിർത്തിയും അല്ലെങ്കിൽ ചിത്രങ്ങളെ മുൻനിർത്തി തന്നെയുള്ള ആലോചനകൾ വരുന്നു. രണ്ടാമത് ഇവർ വലിയൊരു പ്രതിസന്ധി നേരിടുന്നതായിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും പറയുന്നത് 1857 വിപ്ലവം ആണ്. അപ്പോൾ 1857 പല ഭാഗങ്ങളിലും പല നാട്ടുരാജാക്കന്മാരും അല്ലാത്ത ആളുകളുമെല്ലാം വ്യാപകമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ചില കാര്യങ്ങളൊക്കെ നടത്തിയ സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ കമ്പനി അതിൽ ജയിക്കുകയും ഭരണം ഈസ്റ്റ് കമ്പനിയിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഒരുതരം റൂളിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലാണ് ആ നിമിഷത്തിൽ ഇവരൊരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ളൊരു കലാപം ഉണ്ടാകാൻ പാടില്ല. അതായത് ആ ഒരു കലാപത്തോടു കൂടിയാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇതൊരു വല്ലാത്ത രീതിയിലുള്ള, നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ വളരെ സങ്കീർണമായ മാനസികാവസ്ഥയുള്ള ഓരോരോ സമുദായങ്ങളാണ് ഇന്ത്യക്കാർ. ഇന്ത്യ എമ്പാടും ഇത്തരത്തിൽ വളരെ വൈരുദ്ധ്യവുമുള്ള കുറേയധികം കൂട്ടം മനുഷ്യരാണ്. അപ്പോൾ ഇവർക്കിടയിൽ നിന്ന് കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തണം എന്ന ഒരു നിരീക്ഷണം ഈ കമ്പനിയിലെ, അല്ലെങ്കിൽ പിന്നീട് വരുന്ന ബ്രിട്ടീഷ് അധീനതയിലേക്ക് വരുന്നതിന് ശേഷമുള്ള ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക. അങ്ങനെ ലോർഡ് കാനിങ്ങിൻ്റെ സമയത്ത് അവരൊരു തീരുമാനം എടുക്കണം. അങ്ങനെ ഒരു വലിയൊരു പ്രോജക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയിലെ ഓരോ ഗോത്ര വിഭാഗങ്ങളെയും സമുദായങ്ങളെയും സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ എടുക്കുക എന്നുള്ള ഒരു പദ്ധതി അവർ നടപ്പിലാക്കുന്നു. വലിയൊരു ടീമിനെ അതിനുവേണ്ടി വെക്കുന്നു. അങ്ങനെ അവർ 8 വോള്യങ്ങളിലായിട്ട് 580ഓളം ചിത്രങ്ങളോ 600ഓളം ചിത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓരോ പ്രദേശത്തെയും സംബന്ധിച്ച്, ഇന്ത്യയിലെ എല്ലാവരെയും ഉൾപ്പെടുന്നില്ല. നമുക്ക് തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ 2 വിഭാഗങ്ങളെ മാത്രമാണ് അവർ ഫോട്ടോയാക്കുന്നത്. ഒന്ന് തിരുവിതാംകൂറിലെ പുലയരുടെ ഫോട്ടോ എടുക്കുന്നു. 2 തിരുവിതാംകൂറിലെ ഈ നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ചിത്രവുമാണ് എടുക്കുന്നത്. ബാക്കിയെല്ലാം നിരവധിയായിട്ടുള്ള ഗോത്ര സമൂഹങ്ങളുടെയും അല്ലാത്ത ബ്രാഹ്മണരായിട്ടുള്ളവരുടെയും മറ്റ് ഇന്നത്തെ ഒരു OBC കാശിൽ വരുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട പല കേസ് സാമ്പിളുകൾ എന്ന നിലയ്ക്ക് 500 മുകളിൽ ചിത്രങ്ങൾ അവർ എടുക്കുകയും അതുകൊണ്ട് 8 വോള്യങ്ങളിലായിട്ട് പിന്നീട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വലിയൊരു എക്സിബിഷനും നടന്നുണ്ട് ബ്രിട്ടനിൽ. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങൾ, ഇന്ത്യക്കാർ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രീകരണവും അവർ നടത്തുന്നു. അപ്പം ആ ഒരു സമയം മുതൽ ഫോട്ടോയെ ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട ഉപകരണം, നിരീക്ഷിക്കാനുള്ളൊരു ഉപകരണം എന്ന നിലയിലേക്കും വരുന്നു. അതിനുശേഷം ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും പതിയെ ക്യാമറകൾ ചെല്ലുകയാണ്. ആദ്യം ഗവൺമെൻറ്റിൻ്റെ ചില ഏജൻസികൾ ഇത്തരത്തിലുള്ള ആളുകളെ ഓരോ വിഭാഗവും ഓരോ പ്രദേശത്തിനെയും വില്ലേജിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതെടുക്കുന്നു. അതിനുശേഷം പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഒരു പ്രധാന ഉപകരണം എന്ന നിലയ്ക്ക് ക്യാമറ മാറുകയാണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത്. അതിനിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുന്നു. ക്രിമിനലുകളായിട്ടുള്ള ആളുകളുടെ ഫോട്ടോസ് എടുക്കുന്നു. അവരുടെ ഫോട്ടോകൾ പല പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു. ഇങ്ങനെ കുറ്റവാളികളാണ് എന്നുള്ള നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കുന്നു. അതുപോലെ ഇവരുടെ എല്ലാം ഫോട്ടോകൾ എടുത്തുകൊണ്ടുള്ള കൃത്യമായ ഫോട്ടോകൾ എടുത്ത് അത് പ്രചരിപ്പിക്കുക, പത്രങ്ങളിൽ കൊടുക്കുക, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. ജുവനൈൽ ക്രിമിനലുകൾ എന്നുള്ള രീതിയിലുള്ള ചില ഫോട്ടോകളെ അവരുടെയും വ്യാപകമായ രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുന്ന ഒരു രീതി തുടങ്ങുന്നു. പിന്നെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടങ്ങളിലേക്ക് ക്യാമറ ചെല്ലുന്നു. റോഡ് നിർമ്മാണവും കനാലുകളുടെ നിർമ്മാണത്തിനും ഫോട്ടോ ഉപയോഗിക്കുന്നു.
സ്കൂളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഫോട്ടോ ക്യാമറ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ക്യാമറയും ക്യാമറാമാനും നിർബന്ധമാണ് എന്നൊരവസ്ഥയിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറുകയാണ്. അവിടെയും നമ്മളെ നിയന്ത്രിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് പരിപൂർണമായിട്ടുണ്ടായത്. പിന്നെ അതുപോലെ മിലിറ്ററിയുടെ കാര്യത്തിലും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫേസിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ ഗവൺമെൻറ് എങ്ങനെ ഇന്ത്യക്കാരെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയാണ് ആദ്യ സമയങ്ങളിൽ മുൻപോട്ട് വെച്ചെങ്കിൽ പിന്നീട് അതൊരു 1890കളൊക്കെ ആകുന്ന സമയത്തോടു കൂടി കുറേയും കൂടെ ഒരു മാറ്റം ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾക്ക് സംഭവിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ നാട്ടിലേക്ക് നിരവധിയായിട്ടുള്ള എത്തനോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും കടന്നു വരികയാണ്. മനുഷ്യനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ മറിയുന്നു. ഇന്ത്യക്കാരും അതുപോലെ യൂറോപ്യന്മാരും മറ്റ് പല പ്രദേശത്തുള്ള ആളുകളുടെ ശരീരങ്ങൾ താരതമ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായി ഇവർ ആ ആളുകളെ പിടിക്കുകയും ആളുകളുടെ ചിത്രങ്ങൾ എടുക്കുക എന്നുള്ളൊരു വലിയ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ സ്വാഭാവികമായും ആളുകളെ പൂർണ്ണ നഗ്നരായി നിർത്തുകയും അവരുടെ നേക്കഡായിട്ടുള്ള ഫോട്ടോസ് നിരവധി പല ആംഗിളിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോസ് എടുക്കുക, ശരീരഭാഗങ്ങൾ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ചെവിയുടെയും അളവും കാര്യങ്ങളൊക്കെ എടുക്കുക, തലയോട്ടികളുടെ വലിപ്പം പരിശോധിക്കുക. ഇത്തരത്തിലുള്ള നിരവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം 1980കളുടെ അവസാനമാണ് നമ്മുടെ ഈ ഒരു ജർമ്മൻകാരനായിട്ടുള്ള ഒരു എമിൽ ഡ്രൈബക്ക് എന്ന് പറഞ്ഞ ഒരു എത്തനോളജിസ്റ്റ് കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം നിരവധി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നിലമ്പൂരൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നു. പിന്നീട് അതിനുശേഷം സർക്കാരിന് തന്നെ ഒരു ഔദ്യോഗിക പദ്ധതിയായി ഈ ആന്ത്രോപോളജിസ്റ്റുകളുടെ പഠനങ്ങൾ ഇവരുടെ പഠനങ്ങളിലൂടെ നമുക്ക് ആളുകളെ ഈ സെൻസസും കാര്യങ്ങളുമൊക്കെ എല്ലാം കൂടെ ഒരേപോലെ ഉള്ളൊരു സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് പിന്നീട് ക്യാമറയും ഇതിൻ്റെ ഒരു പങ്ക് ചെല്ലുകയാണ്. അവർ തേർസനെ പോലുള്ള ആളുകളെ, അനന്തകൃഷ്ണ അയ്യർ എന്ന് പറഞ്ഞ മറ്റൊരു ആന്ത്രോപോളജിസ്റ്റിനെ ഒക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഇവരെല്ലാം വ്യാപകമായി നിരവധി ആളുകളുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകിച്ച് നാസിക്ക് കാരണമായ വിചാരണയിലൊക്കെ വിധേയനായിട്ടുള്ള ചില നരവംശ ശാസ്ത്രജ്ഞരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇഗോൺ എന്നു പേരുള്ളൊരു ജർമ്മൻ ആന്ത്രോപോളജിസ്റ്റ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വരവ് ഭയങ്കര നിഗൂഢതയാണ്. കാര്യം വേൾഡ് വാർ നടന്നതിന് ശേഷം ജർമ്മൻകാരും ബ്രിട്ടനും തമ്മിൽ വലിയ പ്രശ്നത്തിലേക്ക് വരുന്നു. ജർമ്മൻ സിറ്റിസണായിട്ടുള്ള ആരെയും ഇന്ത്യയിലും ബ്രിട്ടീഷ് കോളനികളിലും നിർത്തത്തില്ല എന്നൊരു കർശന തീരുമാനം അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാസൽ മിഷണറിമാരെ ഫുള്ള് അവർ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് അങ്ങോട്ട് അയക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് ഈ ഇഗോൺ എന്ന് പറഞ്ഞൊരു ജർമ്മൻ ആന്ത്രോപോളജിസ്റ്റ് കേരളത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്, മലബാറിൽ. അപ്പോൾ ഇദ്ദേഹം എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഐഡിയ ഒന്നുമില്ല. അദ്ദേഹത്തിനെ പല ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ, വലിയ ഉയർന്ന ഉദ്യോഗസ്ഥർ സഹായിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും അങ്ങേര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് 3 സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ വയനാട് ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന നിലയ്ക്ക് എടുക്കുകയും വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ, വയനാടൻ പുലയർ, പണിയർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളും അതിന് തൊട്ട് താഴെ പ്രദേശം എന്ന നിലയ്ക്ക് അദ്ദേഹം തളിപ്പറമ്പും കൂത്തുപറമ്പും ഒരു പ്രധാന സ്ഥലമായിട്ട് എടുക്കുകയും അങ്ങനെ അവിടുത്തെ തീയരുടെയും പുലയരുടെയും ചിത്രങ്ങൾ എടുക്കുന്നു. അതിനുശേഷം പാലക്കാട് പ്രദേശത്തേക്ക് വരുന്നു. അവിടെ അദ്ദേഹം നായരുടെയും നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ചിത്രങ്ങൾ എടുക്കുന്നു. എന്തായാലും ആളൊരു 2000-3000 ഇടയിൽ ഫോട്ടോയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ അത്രയും തന്നെ ഈ പലതരത്തിലുള്ള ഒബ്ജക്ട്സും അദ്ദേഹം എടുത്തുകൊണ്ട് വിദേശത്തെ ഈ ജർമ്മനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ കോളനികളിലെ ആളുകളുടെ ചിത്രങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചിത്രങ്ങൾ എടുത്തിട്ട് ഇവർ ചെയ്യുന്നത് ഈ മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു ഇവരുടെ പരിപാടി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ആൾ ഇപ്പോൾ ഇഗോണിൻ്റെയൊക്കെ പഠനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഫ്രെയിമിനുള്ളിൽ ഈ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിലെ ഒരു പുരുഷൻ്റെ ചിത്രം, അദ്ദേഹം അങ്ങോട്ട് 2 ആംഗിളിൽ നോക്കി നിൽക്കുന്ന ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഗൊറില്ലയുടെ ചിത്രവും കൂടെ കൊടുക്കുകയാണ്. അപ്പം പലതരത്തിലുള്ള മൃഗങ്ങളെയും ഈ കോളനികളിൽ, അത് പല നാട്ടിലെ ആകാം, നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കാം, ചിലപ്പോൾ ശ്രീലങ്കയിലായിരിക്കാം, പല പ്രദേശങ്ങളെ നമ്മൾ കാണുന്നത്. എന്തായാലും ഈ കോളനിവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ചിത്രങ്ങളും മൃഗങ്ങളുമായി ഒരുതരം താരതമ്യം നടത്തുന്ന പദ്ധതിയാണ് പിന്നീട് ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഇതാണ് സയൻറ്റിഫിക് റേസിസം എന്നുള്ള നിലയിലേക്കൊക്കെ മാറുകയാണത് പിന്നീട് കാര്യങ്ങൾ. ഇവർ ഈ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഈ ആ ഒരു പീരീഡിൽ പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടി മൊത്തത്തിൽ കാര്യങ്ങൾ കോളനിവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ചില സ്വരങ്ങൾ കേട്ടു തുടങ്ങുന്നു. അതുപോലെ തന്നെ 18ാം നൂറ്റാണ്ടിന് അവസാനം ഹെയ്ത്തി റവല്യൂഷൻ നടക്കുകയും അങ്ങനെ അവരൊരിക്കലും ഒരു യൂറോപ്പിനും സ്വപ്നം കാണാത്ത
ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു. ബ്ലാക്സ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഫ്രഞ്ചുകാരെ തോൽപ്പിക്കുന്നു. പലതരത്തിലുള്ള ഫ്രീഡം മൂവ്മെൻറ്റുകളെ സംബന്ധിച്ചുള്ള ആലോചനകളും കോളനികളിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ തുടങ്ങുന്നു. അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സ്വയംഭരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ എഴുത്തും വായനയും പഠിച്ചു, പലതരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയും പലതരത്തിലുള്ള കാര്യങ്ങൾ എഴുതാനും പറയാനും ഒക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തി വലിയൊരു വിഭാഗം കോളനികളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിന് ഇവർ നേരിടുന്ന ഒരു സയൻറ്റിഫിക് റേസിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉപയോഗിച്ചിട്ടാണ്. നമ്മളത് പിന്നീട് വിളിക്കുന്നതാണ് സയൻറ്റിഫിക് റേസിസം എന്നുള്ളത്. അന്ന് ഇവരിത് സയൻസ് എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കുക. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം, നിങ്ങൾ എന്നാ വലിയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സയൻറ്റിഫിക്കലി നിങ്ങളെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിങ്ങനെ വലിയൊരു ഭരണം നടത്തുന്നതിനുള്ള ഒരു തലച്ചോറോ സാമൂഹ്യ അവസ്ഥകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിഷനോ ഒന്നും നിങ്ങൾക്ക് ജന്മന ലഭിക്കുന്നില്ല. നിങ്ങൾക്കുള്ളത് ഒരു മൃഗത്തിൻ്റെ രൂപവും സാമ്യവുമൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വലിയ, അതായത് ഒരു വെള്ളക്കാരൻ്റെ ശരീരഭാഗങ്ങളും ഒരു മൃഗത്തിനെ വെച്ച് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ വലിയ അന്തരം നിങ്ങൾ കാണുന്നു. അതേസമയം കോളനികളിലെ ഒരു മനുഷ്യൻ്റെ ശരീര ഭാഗങ്ങളും ഷേപ്പും ഒക്കെ വെച്ച്, മുഖഭാവവും ഒക്കെ വെച്ച് നോക്കിയിട്ട് ഒരു മൃഗത്തിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങളും നിങ്ങളും തമ്മിൽ വളരെ അടുത്ത് നിൽക്കുന്ന മനുഷ്യരാണ്, അടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന വലിയ മൂവ്മെൻറ്റുകളൊന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാനൊന്നും സാധിക്കത്തില്ല എന്ന് സയൻറ്റിഫിക്കായിട്ട് പറയുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പോൾ ആ രീതിക്കാണ് പലപ്പോഴും പഠനങ്ങൾ മുൻപോട്ട് ഇവരെല്ലാം വെക്കുന്നത്. ഇപ്പോൾ ഇഗോണിൻ്റെ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ അദ്ദേഹം വന്ന് എടുത്തിട്ട് പോയ ചിത്രങ്ങൾ പോലും ഹിറ്റ്ലറുടെ നാസി ക്യാമ്പുകൾക്ക് ശക്തി പകർന്നിട്ടുണ്ട് എന്നൊരു ഇങ്ങനെയൊക്കെ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ പിന്നീട് വെറുതെ വിടുന്നൊക്കെയുണ്ട് ഈ ഇഗോണിനെ. അപ്പോൾ എന്തായാലും ഇത് അങ്ങനത്തെ ഒരു രീതിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. പല രീതിയിൽ കൊളോണിയൽ പീരീഡിൽ എന്തിനാണ് ഫോട്ടോ എടുത്തത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അതല്ലെങ്കിൽ നായാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പവർ അല്ലെങ്കിൽ ഒരു ഡോമിനേഷൻ എങ്ങനെയാണ് ചിത്രങ്ങളിലൂടെ അവർ നിലനിർത്തിയത്. ഇത്തരത്തിലുള്ള വാദങ്ങളാണ് ഒരു ഭാഗത്തൂടെ മുൻപോട്ട് വെക്കുന്നത്. പിന്നെ നാട്ടുരാജാക്കന്മാരെ സംബന്ധിച്ചുള്ള ചിത്രങ്ങളെ, അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഫോട്ടോസൊക്കെ നമ്മൾ കാണുന്നതാണ്. അവർ ഫോട്ടോയ്ക്കകത്ത് അവർ ഭയങ്കര ഫുൾ ഡ്രസ്സുകളും അവർക്ക് കിട്ടിയ പ്രൈസുകളും അല്ലെങ്കിൽ ബാഡ്ജുകളും ഇമാതിരി എല്ലാ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടാണ് അവരുടെ ഫോട്ടോയിൽ അവർ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്, ഞങ്ങളുടെ അവരുടെ എല്ലാവിധ അവാർഡുകളും അതും ഇതുമെല്ലാം ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ഒരു കൊടുക്കൽ വാങ്ങൽ പദ്ധതിയുടെയൊക്കെ ഭാഗം എന്ന നിലയ്ക്കൊക്കെയാണ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളിലേക്ക് ഫോട്ടോസിനെയൊക്കെ കാണും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. ചരിത്രത്തെ സംബന്ധിച്ച്, ചരിത്രം അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഫോട്ടോഗ്രാഫിയും അത് എന്തെല്ലാം തരത്തിലുള്ള അധർണയാണ് സൃഷ്ടിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകളെ, അതായത് ഒരു മറ്റൊന്ന് എന്ന ഒരു നിർമ്മാണം കൊളോണിയൽ പീരീഡിൽ വളരെ ശക്തമായി നമ്മൾ കാണുന്നില്ല. അതിനെല്ലാം ഈ ഫോട്ടോ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് പലതരം വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമായി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പല രോഗങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഡേവിഡ് എർണോൾഡിനെ പോലുള്ള ആളുകളൊക്കെ ഈ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബോംബെയിൽ പ്ലേഗ് നടന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ പരിപാടികൾ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള, പ്ലേഗിനെ സംബന്ധിച്ചുള്ള ചില ആൽബങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വേറെ ചില ആളുകളുടെ ഒരു അന്വേഷണ മേഖല എന്ന് പറഞ്ഞാൽ ഈ ക്ഷാമകാലത്തെ ചിത്രങ്ങളായിരുന്നു. നമ്മളെ ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ശരീര ഷേപ്പുമായി നിൽക്കുന്ന, വളരെ മെലിഞ്ഞുണങ്ങി അസ്ഥികൂടമായി നിൽക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങളെ ഇതിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ചില കാര്യങ്ങൾ, സാമൂഹ്യ ശാസ്ത്രപരമായ ചില കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുക എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു മേഖലയാണിത്. പക്ഷേ ഇതിനകത്തെല്ലാം സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ ജാതിയുമായി ബന്ധപ്പെട്ട ചില ആലോചനകളാണ്. അത് തന്നെയാണ് നമ്മൾ ഗാന്ധിയുടെ ചില കേസുകളും പരിശോധിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഗാന്ധിയുടെ ചില ഫോട്ടോഗ്രാഫുകളും ഗാന്ധി മുൻപോട്ട് വെച്ച ചില ആശയങ്ങളെയും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയുടെ, അല്ലെങ്കിൽ നമ്മളൊരു അധിക വായനയിലൂടെ നമ്മൾ അതിനകത്ത് നിന്ന് ചില വിമർശന ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇവിടെ എക്സിബിഷനെ സംബന്ധിച്ചാണെങ്കിൽ അത് വളരെ ചെറിയൊരു പീരീഡിലെ ചില ചിത്രങ്ങൾ മാത്രമാണ്. അതിൻ്റെ പഴയ ചിത്രങ്ങളും ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ മാത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു കാശിൻ്റെ എലമെൻറ്റോ അങ്ങനത്തെ മറ്റൊരു വിഷയങ്ങളോ, ഗാന്ധി ഇടപെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പറയുന്നില്ലെങ്കിലും ഈ ഫോട്ടോഗ്രാഫിനെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ നമ്മൾ ചില നിശബ്ദതകളെ ആണ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമീപ സമയത്ത് വരുന്ന ദളിത് സ്റ്റഡീസ് പോലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മെത്തഡോളജി ഉപയോഗിച്ച് ചരിത്രത്തെയും സാമൂഹ്യ ശാസ്ത്രത്തെയൊക്കെ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചില നിശബ്ദതകളും ചില മാനസികാവസ്ഥകളെ വായിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ്
നടത്തുന്നു. ഇപ്പോൾ ഗാന്ധിയെ തന്നെ ഉദാഹരണം പറഞ്ഞാൽ, ഈ ദളിത് സ്റ്റഡീസിൻ്റെ പക്ഷത്ത് നിന്ന് നോക്കി കഴിയുമ്പം ഈ ഗാന്ധിനെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഈ ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഗവേഷകരുടെയും സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെയും ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റിയെക്കുറിച്ചുള്ളൊരു ആലോചനയാണ്. മനുഷ്യൻ്റെ അന്തസ്സ്, അതാണ് വളരെ പ്രധാനപ്പെട്ടത് എന്നൊരു ആലോചനയാണ് അവർ പ്രധാനമായും മുൻപോട്ട് വെക്കും. അപ്പം മനുഷ്യാന്തസ്സിനെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ മനുഷ്യരുടെ ഇടയിലുണ്ടായ മാറ്റങ്ങളെയും ഭൂതകാലത്തെയും ഒക്കെ നമ്മൾ കാണാൻ, മനസ്സിലാക്കാൻ എന്ന ഒരു ആലോചനയാണ് അവർ പ്രധാനമായും വന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വേറെ ഒരാൾ പരാമർശിക്കുന്നതാണ്, ഒരു ആത്മകഥയിൽ പരാമർശിക്കുന്ന ഗാന്ധിയെക്കുറിച്ചുള്ളൊരു നിരീക്ഷണമാണ്. അതിങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം. ഗാന്ധി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഗാന്ധി 40ാമത്തെ വയസ്സിലാണ് നമ്മളൊരു ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ ഒരു ചേരിയിലേക്ക് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി ഒരു സമ്പന്ന പ്രഭു കുടുംബത്തിലൊക്കെ ജനിക്കുന്നു, വൈശ്യ കമ്മ്യൂണിറ്റിയാണ്, വലിയ സമ്പത്തൊക്കെ ഉണ്ട്, ലണ്ടനിലൊക്കെ പഠനമൊക്കെ നടത്തുന്നു, അങ്ങനെ പലതരത്തിലുള്ള വിദ്യാഭ്യാസം നേടുകയും അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ധനികനായ ഒരാളുടെ കീഴിൽ അയാളുടെ കേസിന് വേണ്ടി ഗാന്ധി അവിടെ ചെല്ലുന്നു, വലിയ സ്വീകരണം ലഭിക്കുന്നു. പലതരത്തിലുള്ള അതിശയോക്തിപരമായ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ ശേഷിയുള്ള വ്യക്തി എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ചില ആളുകളൊക്കെ നടത്തുന്നതാണ്. എന്തായാലും ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ഫിഗർ എന്ന നിലയ്ക്ക് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഗാന്ധിയെ നമ്മൾ ഈ സമയങ്ങളിലൊന്നും ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അതേസമയം ബാക്കി ചില ലീഡേഴ്സിനെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരെല്ലാം അവരുടെ ചെറുപ്പകാലം മുതൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നതുമൊക്കെ നമ്മൾ കാണുന്നൊക്കെയാണ്. എന്നാൽ ഗാന്ധി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ചെല്ലുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ആദ്യ ദിവസത്തെ യാത്രയിൽ തന്നെ അദ്ദേഹം ഒരു ട്രെയിൻ യാത്ര നടത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെ. ട്രെയിൻ യാത്ര നടത്തുന്നു. ട്രെയിൻ യാത്ര നടത്തുന്ന സമയത്ത് വെള്ളക്കാരനായിട്ടുള്ള ഒരാൾ ഗാന്ധിയെ കമ്പാർട്ട്മെൻറ്റിൽ കയറിയെന്ന കാരണത്താൽ കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് തള്ളി അദ്ദേഹത്തെ വെളിയിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഉപദ്രവിക്കപ്പെടുകയാണ്. ഗാന്ധി ഒരു വെള്ളക്കാരനാൽ അപമാനിതനാകുകയാണ്. അപ്പോൾ ആ ഒരു അപമാനത്തിലാണ് ഗാന്ധി തിരിച്ചറിയുന്നത് വെള്ളക്കാരും ഇന്ത്യക്കാരും ഒന്നല്ല എന്നൊരു തിരിച്ചറിവ് ഗാന്ധിക്കുണ്ടാകുന്നത്. ഗാന്ധി ആ ട്രെയിൻ യാത്രയിൽ ഒരു വെള്ളക്കാരനാൽ അപമാനിക്കപ്പെട്ട നിമിഷത്തിലാണ്. അപ്പോൾ അപമാനമാണ് ഗാന്ധിയെ നമ്മൾ പിന്നീട് കാണുന്ന ഒരു ഗാന്ധിജി ആക്കി മാറ്റിയത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് ആരോട് ചോദിച്ചാലും, ലോകത്തിൽ എവിടെ പോയി ചോദിച്ചാലും ഒന്നാമത് പറയുന്ന പേര് ഗാന്ധിയുടെ പേരായിരിക്കും. അപ്പോൾ ആ ഒരു പേരിന് ഉടമയാക്കി ഗാന്ധിയെ മാറ്റിയത്, ഗാന്ധി അന്ന് ട്രെയിനിൽ വെച്ചേറ്റ അപമാനത്തിലാണ് ഗാന്ധിനെ ഇത്തരം ഒരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തത് എന്നൊരു നിരീക്ഷണം അവർ വെക്കുന്നത്. എന്നിട്ട് അടുത്തൊരു ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഈ ഒരു വലിയൊരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സവർണ വിഭാഗം എന്ന നിലയിൽ പറയുന്ന ആളുകൾ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു 150-200 വർഷം മാത്രമാണ് അവർ അപമാനിതരായെങ്കിൽ, നൂറ്റാണ്ടുകളായി അപമാനിതരായി നിൽക്കുന്ന അയിത്തജാതിക്കാർ എന്ത് ചോദ്യമാണ് ഇന്ത്യക്കാരോട് ചോദിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് അവർ പ്രധാനമായിട്ടും മുൻപോട്ട് വെക്കും. അപ്പോൾ ഇതേ രീതി തന്നെ ഗാന്ധിയോട് അംബേദ്കറും ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഗാന്ധി നിരന്തരമായി അംബേദ്കറിനെതിരായിട്ടുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തിരിച്ചും അതുപോലെ ഗാന്ധിയല്ല, മറ്റു പല ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന പല ആളുകളും അംബേദ്കർക്കെതിരായിട്ട് ചില പ്രചരണങ്ങൾ നടത്തുകയും ലഘുലേഖകളും പുസ്തകങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങളെ ചതിക്കുന്ന ആളാണ്, ഇങ്ങേരുടെ കൂടെ കൂടരുത്, പട്ടികജാതിക്കാരെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. പ്രത്യേകിച്ച് പൂന പാക്ടിനൊക്കെ ശേഷമാണ് ഈ ഒരു വലിയ ഒരു വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അംബേദ്കർക്കെതിരായിട്ട് നിരവധിയായിട്ടുള്ള എഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഗാന്ധിയുടെ ഒരു ചെറിയ ബയോഗ്രഫി കൊടുത്തിട്ട് അംബേദ്കറും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഗാന്ധി ഇത്രയും നാളും ജീവിച്ചിരുന്ന സമയത്തെ കാര്യങ്ങൾ, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തോട്ടിപ്പണി ചെയ്യുന്ന ഒരാൾ വരുമായിരുന്നു. അദ്ദേഹത്തെ പോയി തൊട്ട് കഴിഞ്ഞാൽ അവരുടെ ഗാന്ധിയുടെ പേരൻസ് ഭയങ്കര വഴക്ക് പറയുന്ന കാര്യങ്ങളെങ്കിലും ഗാന്ധി പോയി അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ തൊടുകയും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നതും അയിത്തജാതിക്കാരുടെ വീടുകളിൽ കയറുന്നതിനെക്കുറിച്ചൊക്കെ ഗാന്ധി ചെറുപ്പം മുതലൊക്കെ പറയുന്നു. അതിനുശേഷം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി. അപ്പോൾ അംബേദ്കർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1993 ആ സമയങ്ങളിലാണ്ടാണ് ഈ അവിടെ ഒരു യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാന്ധി. അപ്പോൾ അതുവരെ ആ ഒരു നിമിഷം മുതലാണ് ഗാന്ധിനെ നമ്മളെല്ലാം പരിചയപ്പെടുന്നതെന്ന് പറയുകയും, അപ്പോൾ ഈ പറഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഗാന്ധി അയിത്തജാതിക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. എങ്ങനെയാണ് ഇന്ത്യയിൽ അയിത്തജാതിക്കാർ ജീവിക്കുന്നത്? അദ്ദേഹം അംബേദ്കർ ഒരു പരിഹാസ രൂപേണയാണ് ചോദിക്കുന്നത്. അതായത് വളരെ ചെറുപ്പത്തിൽ താൻ അയിത്തജാതിക്കാരനായ ഒരാളുടെ പേരൊക്കെ പറയുന്നുണ്ട്, അവരുടെ വീട്ടിൽ പണിയെടുത്തുകൊണ്ട്. അപ്പോൾ അയാളെ കുറിച്ച് വലിയ
കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ആ വ്യക്തിയെക്കുറിച്ച് ഗാന്ധി ഒരക്ഷരം പോലും പിൽക്കാലത്തെ ജീവിതത്തിൽ ഗാന്ധി ഒരക്ഷരം പോലും ആ വ്യക്തിയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല, സംസാരിക്കും. അദ്ദേഹം എന്തായെന്നോ ആരായെന്നോ എവിടെയാണെന്നോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ച് ഈ ഒരു പ്രത്യേക ഫേസിലെത്തുന്ന സമയത്ത് മാത്രമാണ് ഗാന്ധി സംസാരിക്കുന്നത് എന്ന ഒരു നിരീക്ഷണമൊക്കെ അംബേദ്കർ ഗാന്ധിക്കെതിരായി മുൻപോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റ് ചില മേഖലകൾ, ഇപ്പം ഉദാഹരണത്തിന് ഗാന്ധി പ്രധാനമായിട്ടും വാദിക്കുന്ന ഒരു കാര്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു 18 വയസ്സ് പ്രായമുള്ള ഒരു ബ്രാഹ്മണനാണ് അവിടെ തോട്ടിപ്പണി ചെയ്യുന്നത്. ബ്രാഹ്മണനായിട്ടുള്ളൊരു യുവാവാണ് ഗാന്ധിയുടെ ആശ്രമത്തിൽ തോട്ടിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഗാന്ധി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് അംബേദ്കർ പറയുന്നത്. അപ്പോൾ അംബേദ്കർ അതിനുശേഷം പറയണം അത് ഒരു വലിയ മഹത്തായ ഒരു കാര്യവുമല്ല എന്ന നിലയ്ക്കാണ് ഗാന്ധിയെക്കുറിച്ച് അംബേദ്കർ അത് സൂചിപ്പിക്കുന്നത്. കാര്യം ഈ ഒരു തോട്ടിപ്പണി ആർക്കും ചെയ്യാം, പക്ഷേ ഒരു തോട്ടിയായിട്ട് ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം ആ പണി ആരെടുക്കുന്നു എന്നുള്ളതല്ല, ആ ഒരു പദവി ആര് കൊടുക്കുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന ഒരു നിരീക്ഷണം വെക്കുകയും അങ്ങനത്തെ ഒരു വിചിത്രമായിട്ടുള്ള ചില ഗാന്ധിയുടെ വാദങ്ങൾ, പ്രത്യേകിച്ച് സനാതനധർമ്മമാണ് ഹിന്ദു മതത്തിനെ പരിപൂർണമായി നിലനിർത്തുന്ന ഒരു സാമ്പത്തിക ക്രമം എന്നൊക്കെ പോലും ഗാന്ധിയുടെ ചില നിരീക്ഷണങ്ങളെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അരുന്ധതി റോയിയുടെ വർക്കിന് ശേഷം അത് വേറൊരു രൂപത്തിലേക്ക് വളരെ കൃത്യമായി നമ്മൾ വിപരീത പദം എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് തന്നെ ഈ പേരെയും നമുക്ക് 2 കള്ളികളിലേക്ക് മാറ്റിയിടാനുമൊക്കെ സാധിച്ചു. എന്തായാലും നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഫോട്ടോസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗാന്ധിയോട് ചില വിമർശനപരമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകൾ, അല്ലെങ്കിൽ ഗാന്ധിയുടെ സമരങ്ങളെ സംബന്ധിച്ചുള്ള നിമിഷങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങളുമൊക്കെ ചോദിക്കും. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പല നറേഷൻസും വിമർശനപരമായി തന്നെയുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സബാൾട്ടൻ സ്റ്റഡീസ് പോലുള്ള സ്കൂളുകളൊക്കെ വന്നതിന് ശേഷം അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കാണുന്നു. അതുപോലെ തന്നെ നവോത്ഥാന നായകർ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ഒരു നവോത്ഥാനമേ ഇല്ല എന്നൊരു നിരീക്ഷണത്തിലേക്കൊക്കെ വെക്കുന്ന പല പഠനങ്ങളുമൊക്കെ കാണുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളെയും നമുക്കും പറയാൻ സാധിക്കും. നമ്മളൊരു സ്വാതന്ത്ര്യ സമരത്തിനെ സംബന്ധിച്ചുള്ള ആലോചനകളിലും ഇപ്പം ഈ ഉപ്പ് സത്യാഗ്രഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതാണ് ഗാന്ധിയെ ഒരു വലിയൊരു ഫിഗറാക്കി മാറ്റുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത് 1930 നടക്കുന്ന അതിനുശേഷം വരുമ്പോഴുള്ള ഒരു ഉപ്പ് സത്യാഗ്രഹവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും ഒരു ജനകീയ പിന്തുണയുമാണ് വലിയ ഒരു ഫിഗറാക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് ശേഷം വരുന്നൊരു സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ വേറൊരു രീതിയിൽ വായിക്കുകയാണ് അതിന് സംഭവങ്ങൾ. ഈ അംബേദ്കർ ഒരു ബോംബെ സമാചാർ എന്ന് പറഞ്ഞ പത്രത്തിൽ വന്ന ഒരു വാർത്ത അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു കോണ്ടക്സ്റ്റിലാണ്. ഈ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തെ പലപ്പോഴും അംബേദ്കറിൻ്റെ കൃതികളിൽ നമ്മൾ കാണുന്നത് ഈ ബോംബെ സമാചാർ പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. അംബേദ്കർ പലപ്പോഴും ഈ കാലടിയിൽ നടന്ന സംഭവങ്ങളെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളും നമ്മുടെ ഈ ഒരു കൊച്ചി രാജ്യത്തും അതുപോലെ തിരുവിതാംകൂറിലും ബ്രിട്ടീഷ് മലബാറിലും ഒക്കെ നടക്കുന്ന ചില ജാതി സംബന്ധമായ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കൂടുതലും ആ ഒരു പത്രത്തിലാണ്. അപ്പോൾ അതിലൊരു സംഭവമാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഈ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ ഒരു ഒറ്റപ്പാല സ്ഥലം, അവിടെ ഒരു പലചരക്ക് കടയിലൊരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ശിവരാമൻ എന്ന് പേരുള്ള ഒരു കുട്ടി കടയിലേക്ക് ചെല്ലുന്നു. കടയിൽ ചെന്ന് സാധനം 1935 നടക്കുന്നത്. അതായത് ഈ സമരമൊക്കെ നടന്നതിന് ശേഷം വരുന്ന സമയത്താണ്. ശിവരാമൻ ചെന്ന് കടക്കാരനോട് ചെന്ന് ചോദിക്കുന്നു, ഉപ്പ് വേണം എന്ന് പറയുകയാണ് കടക്കാരനോട്. പലചരക്ക് കടയിൽ ചെന്ന് ഉപ്പ് വേണം എന്നാവശ്യപ്പെടുന്നു. അപ്പോൾ ഉപ്പ് വേണമെന്ന് പറഞ്ഞതിന് ശിവരാമൻ എന്ന് പറഞ്ഞ ഈഴവനായ ആ കുട്ടിയെ ഈ കടയുടെ ഉടമയായിട്ടുള്ള ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അതിക്രൂരമായി മർദ്ദിക്കുകയും അങ്ങനെ ആ മർദ്ദനം വരെ ശിവരാമൻ മരണപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഴവർ മുതൽ താഴേക്ക് വരുന്ന ആളുകൾക്ക് അന്ന് ഉപ്പെന്ന് പറയാൻ അർഹതയില്ല, അവർക്ക് പൊളിച്ചതെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ശിവരാമൻ ആ കുട്ടി അവിടെ ചെന്ന് ഈ ഉപ്പ് എന്ന പേര് പറഞ്ഞതിന് ഈ ശിവരാമൻ അതിക്രൂരമായി തല്ലിയും അങ്ങനെ മരണപ്പെടുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, അപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മനുഷ്യന്മാർ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരികയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ആലോചനകൾ വലിയൊരു കോംപ്ലക്സായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യ സമര കഥകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലേറ്റവും നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികളെയും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചുമൊക്കെ രീതി നമുക്ക് ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് പറഞ്ഞ അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു വരി ആദ്യത്തെ പേജിൽ തന്നെ 2, 3, 4 വരിയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമോ അർദ്ധജനാധിപത്യമോ ആയിരുന്ന ഒരു ഭരണകൂടത്തിനെ അട്ടിമറിച്ച ഒരു സമരം എന്ന നിരീക്ഷണമാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ആലോചനകളിലേക്ക് ചെല്ലുമ്പോൾ
വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഗാന്ധിയുടെയൊക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ ചില പഠനങ്ങളും പെരുമാറ്റങ്ങളും പിൽക്കാലത്ത് പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളിലൂടെ ആളുകൾ മുൻപോട്ട് വെക്കുന്ന ചില വാദങ്ങളും അല്ലെങ്കിൽ BJPക്കാർ വെക്കുന്ന വാദങ്ങളും ചിലയിടങ്ങളിലൊക്കെ ഒരുമിക്കുകയാണ്, നമ്മളെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾ എന്ന നിലയിൽ ഈ ബ്രിട്ടീഷ് വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഇവിടെ വളരെ ശക്തമായി നിൽക്കുന്നതാണ് ഈ കൊളോണിയലിസം വന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ കാശിനെ അഡ്രസ്സ് ചെയ്യാതെ ഈ കൊളോണിയൽ വിമർശനം മാത്രം മുൻപോട്ട് വെക്കുന്നു. അത് പണ്ട് മുതലേ ഉള്ളൊരു രീതിയാണ്. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ക്യാനിങ്ങിൻ്റെ സമയത്ത് നടന്ന ആ എക്സിബിഷൻ നടക്കുമ്പം നമ്മുടെ അലിഗഡ് മൂവ്മെൻറ്റിനെയൊക്കെ സർ സയ്യദ് അഹമ്മദ് ഖാൻ അത് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ആകെപ്പാടെ സങ്കടപ്പെട്ട് അവരെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന മുസ്ലിം സമൂഹമാണ്, ഭയങ്കര സമ്പന്നരായിരിക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ട ആളുകളൊക്കെയാണ്. അപ്പോൾ അവർ ഈ എക്സിബിഷൻ കണ്ടിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യക്കാരെ കളിയാക്കാനുള്ള പരിപാടിയാണിത്, ഇത്തരത്തിലൊന്നും അല്ല ഇന്ത്യയിലെ ആളുകൾ ജീവിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് 100 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഇവിടെ ഈ ഫോട്ടോ കണ്ടിട്ട് ചില ആളുകൾ പറയുന്നു. പക്ഷെ അവിടെ നമ്മളെ സംബന്ധിച്ച് ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ഇത്തരത്തിലുള്ളൊരു ഡ്രസ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപമാനവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അപമാനം എന്ന നിലയിൽ തോന്നുന്ന ചില ഡ്രസ്സുകൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചി ഭാഗത്തുണ്ടായിരുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഈ തണ്ടപ്പുലേർ എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ അവർക്ക് പുല്ലുകൊണ്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കേണ്ടത്. അപ്പോൾ അവർ മാളങ്ങളിലൊക്കെയാണ് താമസിക്കുന്ന ആളുകൾ, ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ച മനുഷ്യരെന്ന് നിരവധി കൊളോണിയൽ പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ് തണ്ടപ്പുലേർ എന്ന് പറയുന്നത്. തേസ്റ്റൻ്റെയൊക്കെ പഠനമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ആൻറ്റിക്കൂറിലൊക്കെ അവരെക്കുറിച്ചൊക്കെ പഠനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചിത്രങ്ങൾ കണ്ട വളരെ ദയനീയമാണ്, യാതൊരു തർക്കവുമില്ലാത്ത കാര്യം തന്നെയാണ്. അവരുടെ മുഖഭാവവും കണ്ണുകളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആരെയും അതിശയിപ്പിക്കും. ഇപ്പോൾ ഈ സാജൻ മാണിയുടെ എന്ന് പറയുമ്പോൾ ഒരു സുഹൃത്തുണ്ട്, ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഇവരുടെ എല്ലാം കണ്ണുകൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൊളോണിയൽ പീരീഡിൽ ഇവരെടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഈ കണ്ണുകൾ മാത്രം, വളരെ ദയനീയമായിട്ടുള്ള കണ്ണുകൾ നിരവധിയായിട്ടുള്ള എടുത്തിട്ടാണ് അദ്ദേഹം ചില പ്രിൻറ്റിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഇതിങ്ങനെ ഇവരെ നിർത്തി എടുത്തിരിക്കുന്നതാണ് എന്ന് ഉള്ളൊരു വാദമാണ് പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾ വെക്കുമ്പോഴും. നമ്മൾ പ്രധാനമായിട്ടും അവിടെ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു സാമൂഹിക അല്ലെങ്കിൽ അത്തരം ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ പുല്ലുകൊണ്ട് വസ്ത്രം ധരിക്കേണ്ടി വരണം അല്ലെങ്കിൽ പുല്ലുകൊണ്ട് വസ്ത്രം ധരിക്കണം എന്ന് അവരോട് പറഞ്ഞത് കൊളോണിയൽസം അല്ല, അതിവിടുത്തെ ജാതിയാണ്. അപ്പോൾ അതിനെ ഇവിടെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പഠനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിശബ്ദത എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഈ ടൈറ്റിൽ അങ്ങനെ ഇടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നിശബ്ദമാക്കി നിൽക്കുന്നത് കാസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ കാസ്റ്റിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ മുൻപോട്ട് വരുന്നത് അല്ലെങ്കിൽ കാസ്റ്റിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ നമ്മൾ മുൻപോട്ട് വെക്കുന്നത് പലതരത്തിലാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ രീതിയിലുള്ള ചില ആലോചനകൾക്ക് കാരണമാകുന്നതിന് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഇന്നും വളരെ ശക്തമായി നിൽക്കുന്ന ഒരു പ്രതിഭാസം എന്ന നിലയ്ക്കാണ് നമ്മൾ ജാതിയെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിയുടെ ചിത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ ഇപ്പം വലിയൊരു വിഭാഗം ആളുകൾ ഓൾറെഡി ഇത്തരം ഒരു ദ്വന്ദ്വത്തിൽ തന്നെ ആണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അരുന്ധതി റോയുടെ ആ പഠനത്തോടുകൂടി ഒരു പോപ്പുലർ മേഖലയിലേക്കും ഇത് വളരെ സജീവമായി നിൽക്കുകയാണ്. ഈ ഒരു ഗാന്ധി അംബേദ്കർ എന്നുള്ള രീതി അല്ലെങ്കിൽ ഗാന്ധിയുടെ ജാതിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എന്ന നിലയിലൊക്കെ. അപ്പോൾ ഇതിലെല്ലാം വേറൊരു തരത്തിലുള്ള ഒരു അദർശ്യത നമ്മൾ വളരെ കൃത്യമായി കാണുന്നു. ഇതെല്ലാം അവിടെ തന്നെ ഒരു വല്ലാത്ത രീതിയിൽ നിലനിൽക്കുകയാണ് എന്നൊരു വാദം ആണ് പ്രധാനമായിട്ടും മുൻപോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ പുതിയ ചില പഠനങ്ങളിലൂടെ ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ മുൻപോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ ചിത്രങ്ങൾക്കകത്ത് നിൽക്കുന്ന ചില ജാതിപരമായ ചോദ്യങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗാന്ധിയുമായി ബന്ധപ്പെട്ടൊരു കൂട്ടം ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ നേതൃനിരയിൽ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊന്നും നമ്മൾ ദളിതരായിട്ടുള്ള ആളുകളെ കാണുന്നില്ല. ഒരു പ്രത്യേക രീതിയിലാണ് ജാതിയെ കോൺഗ്രസും അല്ലെങ്കിൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുന്നത്. ജാതി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഒരു പ്രത്യേക രീതിയിൽ സമീപിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ആധുനിക അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.